Bring him from the yard. എല്ലാവർക്കും TECHZന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കിഡിലൻ സെൽഫ് ഏണിംഗ് Paytm ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് ഏണിംഗ് ആണ്. സെൽഫ് ഏണിംഗ് സാധാരണ പോലെ നമുക്ക് ഇതിനകത്ത് വിഡ്രോ ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല. മിനിമം ₹1 മാത്രം നമുക്ക് ₹1 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകും. അതിന് മുമ്പായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി അമർത്തി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കിഡിലൻ ലൂട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത്. പ്ലേ സ്റ്റോറിൻ്റെ ഐക്കൺ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. 21 MB സൈസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഒരു സെക്ഷൻ വരും. നിങ്ങൾക്ക് അഥവാ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്ക് കാര്യങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈനപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സൈനപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ നെയിം എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിന് ശേഷം സൈനപ്പ് എന്ന് പറഞ്ഞ സെക്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുന്ന സമയത്തൊക്കെ ജോയിൻ ബോണസോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ല. നമ്മൾ വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ₹0 ആയിരിക്കും നമ്മുടെ വാലറ്റിലെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് സെൽഫ് ഏണിംഗ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് റെഫർ ഏണിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ പോലും അവൈലബിൾ അല്ല. ജസ്റ്റ് ഒരു ഇൻവൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്തേക്ക് എമൗണ്ട് കാര്യങ്ങളൊന്നും ഇൻവൈറ്റ് വഴി കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഏണിങ്സ് എന്ന് വെച്ചാൽ ഇതിനകത്ത് 3-4 ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഒന്ന് ടാസ്ക്, അതുപോലെ 2 ഗീവ് അവേ. ഈ 2 ഓപ്ഷൻസാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഗീവ് അവേസിൻ്റെ കാര്യം അതൊരു എന്താ പറയുന്നത് നമ്മുടെ ലക്കിൻ്റെ ബേസാണ്. ഗീവ് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ യൂട്യൂബിലൊക്കെ ഗീവ് അവേസ് കാര്യങ്ങൾ കൊടുക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ അവരുടെ നമ്മുടെ Paytm നമ്പർ എൻ്റർ ചെയ്യുക. റാൻഡമായിട്ട് 50 പേരൊക്കെ പിക്ക് ചെയ്ത് അവർക്ക് ₹5 വെച്ച് Paytm ക്യാഷ് അയച്ചു കൊടുക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾ അതൊന്നും നോക്കണം. നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത് ടാസ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് അടിക്കരുത്. അതായത് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷന് ഇപ്പോൾ ഞാൻ CoinDCK എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്ത് കഴിയുമ്പം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യുവർ ഫോണ്, അതിന് ശേഷം രജിസ്റ്റർ യുവർ ബേസിക് ഡീറ്റെയിൽസ്, ദെൻ ബാക്ക് വരിക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കാശ് ഇതിൻ്റെ അകത്തേക്ക് അതായത് ₹6 നമ്മുടെ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ ക്യാമ്പയിൻ ലിങ്ക് എന്ന് പറഞ്ഞ ടോപ്പിലൊരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് only new registration be counted എന്ന്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം ഇതുപോലത്തെയുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് അതായത് നമ്മുടെ ഹോം ഐക്കണിൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇൻ്റർമൈൽസ് ക്യാമ്പയിൻ, അതായത് ഇത് ഓരോന്നിൻ്റെ ₹2 വെച്ച് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പം റിസീവ് ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാലൻസ് നോക്കിയാൽ കാണാൻ സാധിക്കും ₹2 വാലൻസ് കിടപ്പുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇതിനകത്ത് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ വിഡ്രോ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ Paytm നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. Paytm നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ എത്ര രൂപയാണ് വിഡ്രോ അടിക്കുന്നത്. നമുക്ക് ₹1 തന്നെ ഇതിൻ്റെ അകത്ത് വിഡ്രോ അടിക്കാൻ സാധിക്കും. അപ്പം ജസ്റ്റ് ₹1 എൻ്റർ ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫർ കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ₹1 കൂടെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്നുകൂടെ റേറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരും. അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ കൺഫേം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 തവണ നമ്മൾ ₹1 വെച്ച് ഇതിൻ്റെ അകത്ത് വിഡ്രോ അടിച്ചിട്ടുണ്ട്. മിനിമം വിഡ്രോ ₹1 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ജസ്റ്റ് ചുമ്മാ ഒരു ഷോയ്ക്ക് മാത്രം കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അത് റെഫർ ഏണിങ്സ് എന്ന് പറഞ്ഞ സെക്ഷനേ അവൈലബിൾ അല്ല. ഏണിങ്സ് നമ്മൾ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും റിസീവ് ആകത്തില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ നമ്മുടെ Paytm റിസീവ് ആയിട്ടുണ്ടോ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇൻസ്റ്റൻ്റായിട്ട്, അതായത് കടാരൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ വരുന്നത് കടാരടൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് 2 തവണ ₹1 വെച്ച് റിസീവ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കിപ്പം ടൈം നോക്കിയാൽ കാണാൻ സാധിക്കും 5:44. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വന്നേക്കുന്ന കാണാൻ സാധിക്കും 5:43. അതായത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വിഡ്രോ കാര്യങ്ങൾ റിസീവ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും 5:43 തന്നെ നമ്മൾ വിഡ്രോ കൊടുത്തു. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ വിഡ്രോ കാര്യങ്ങൾ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും